ഹലോ നമസ്കാരം, എല്ലാവർക്കും സബു സ്റ്റോക്സിലേക്ക് ഒരു പ്രാവശ്യം കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെ വിളവെടുക്കാമെന്ന് നോക്കാം. നമ്മുടെ പറമ്പിൽ നിന്ന് ഇന്ന് കിട്ടുന്നത് നല്ല വിളഞ്ഞ തക്കാളിയാണ്. തക്കാളി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പഴുത്ത് കിടക്കുവാണ്. ഇന്നും പറിക്കണമെന്ന് ഓർക്കും, പിന്നെ സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് നമുക്കത് വിളഞ്ഞ് കിടക്കുന്ന എല്ലാ തക്കാളിയും നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഇതാ എനിക്ക് കുറച്ച് ഒരു 1/2 കിലോയോളം തക്കാളി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ചെടിച്ചട്ടിയിലാണ് നട്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അത് ഓൾമോസ്റ്റ് അത് കഴിഞ്ഞു, അതിൻ്റെ ഉണങ്ങി നിൽക്കുകയാണ്. അപ്പം ഞാൻ വേറൊരു സെറ്റ് തക്കാളി ചെടി വെച്ചിട്ടുണ്ട്, അത് താഴത്താണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വിളവെടുപ്പ് ഞാൻ കാണിക്കുന്നതാണ്. അത് ആകാറായിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് വിളവെടുത്ത് മാറ്റാം. ഒരുമാതിരി ഇപ്പോൾ ഇന്ന് എനിക്ക് ഒത്തിരി കിട്ടിയതാണ് കേട്ടോ, നേരത്തെയൊക്കെ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ഒരു പൂക്കലും കായ്ക്കലും കൂടെ ആയിരുന്നു. ഇതോടെ തീർന്നു, ഈ തക്കാളിയുടെ എല്ലാം തീർന്നു. പിന്നെ ഞാൻ ഒരു കൂട്ടം വെണ്ടയ്ക്ക നട്ടിരുന്നു. ഇത് നമ്മുടെ ചുമന്ന വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഇത് റെഡ് കളറിലെ വെണ്ടയ്ക്ക, അതേ കണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് നട്ട് വളർത്തുന്നത്. അതിൽ നിന്ന് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കായും കിട്ടുന്നത്. എനിക്കൊരു ഇനി നിർത്തിയാൽ അതൊരു ഒരുമാതിരി മൂത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാനത് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, എനിക്ക് അത്യാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ റെഡ് വെണ്ടയ്ക്ക. അപ്പം നമുക്കുള്ളതൊക്കെ നമുക്കങ്ങ് പറിച്ചെടുക്കാം. ഇത് പക്ഷെ പെട്ടെന്ന് എനിക്ക് വളർന്ന് കിട്ടി കേട്ടോ. ഞാൻ നട്ടിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല. ഇത് ഒരു 2 മാസം എനിക്ക് തോന്നുന്നില്ല, അത്രയും ആയിട്ടുണ്ടാകത്തുള്ളൂ. ഇത് ഞാൻ വിത്തിട്ടാണ് നട്ടത്. വിത്ത് ഞാൻ കാർഷിക മേളയിൽ നിന്ന് ഒരു പാക്കറ്റ് വിത്ത് മേടിക്കുകയായിരുന്നു ചെയ്തത്. ആ വിത്ത് ഞാൻ മണ്ണിൽ തന്നെ പാകി അവിടുന്ന് തന്നെ കിളിച്ച് അതുണ്ടായതാണ്. അല്ലാതെ ഞാൻ സെപ്പറേറ്റായിട്ട് വിത്തിട്ട് കിളിപ്പിച്ച് ഇങ്ങോട്ട് നടുകയല്ലായിരുന്നു. ഡയറക്റ്റായിട്ട് ഞാൻ അവിടെ ഓരോന്നായിട്ട് പാകിക്കൊടുത്ത് അങ്ങനെ നട്ടതാണ്. അപ്പോൾ അത് കിളിർത്ത് വന്ന് എനിക്ക് അതിൻ്റെ വെണ്ടയ്ക്കായും ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരിയൊക്കെ കൂടെ വളപ്രയോഗം ചെയ്യണമെന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒന്നുകൂടെയൊക്കെ നന്നായിട്ട് വളരുമായിരിക്കും. അപ്പം ഇതൊരുമാതിരി ഇരിക്കുന്നു. ഈ വെണ്ടയ്ക്ക ഒരുമാതിരി വളഞ്ഞു പോയി. എങ്കിലും എനിക്ക് ഇത്രയും കിട്ടിയല്ലോ, അതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ചുമന്ന വെണ്ടയ്ക്കയൊക്കെ ഞാനിങ്ങനെ പാകി കിളിപ്പിക്കുന്നത്. എനിക്ക് അതിൽ നിന്ന് കായ്ഫലം കിട്ടിയപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് വെണ്ടയ്ക്ക. പേരയ്ക്ക നമ്മുടേത് വിളഞ്ഞിട്ടില്ല, ഒന്നുകൂടെ മൂടിയിടാം. അടുത്തതായിട്ട് നമുക്കൊരു പപ്പായയാണ് ഹാർവെസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് തന്നെത്താനെ കിളിച്ച് വന്ന പപ്പായയാണ് കേട്ടോ. അത് ഒരു മീഡിയം സൈസ് പപ്പായ നല്ലതായിട്ട് വിളഞ്ഞ് കിടപ്പുണ്ട്. അത് നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് എത്രയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഓൾ. ബൈ.